നമ്മളെന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്ന മുഖങ്ങൾ പലപ്പോഴും ചിരിച്ചും നൃത്തം ചെയ്തുമാണ് നമ്മുടെ മുന്നിലെത്താറുള്ളത്. എന്നാൽ ആ ചിരിക്ക് പിന്നിൽ വലിയൊരു വേദനയുടെ കഥയുണ്ടാകാം. മലയാളികളുടെ പ്രിയ നടി അനശ്വര രാജന്റെ സഹോദരിയും പ്രശസ്ത കണ്ടന്റ് ക്രിയേറ്ററുമായ ഐശ്വര്യ രാജന്റെ ജീവിതവും അങ്ങനെ ഒന്നാണ്. കഴിഞ്ഞ 12 വർഷമായി തന്റെ ശരീരത്തെ വേട്ടയാടുന്ന, പുറമേക്ക് കാണാൻ കഴിയാത്ത ഒരു കടുത്ത രോഗാവസ്ഥയെക്കുറിച്ച് ഐശ്വര്യ ഇപ്പോൾ തുറന്നു പറയുകയാണ്. വെറും 28-ാം വയസ്സിൽ തന്റെ കൗമാരവും പ്രണയവും സ്വന്തം ഐഡന്റിറ്റി പോലും നഷ്ടപ്പെടുത്തിയ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് ഐശ്വര്യ പറയുന്നത് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാനല്ല, മറിച്ച് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു വ്യക്തത നൽകാനും സ്വന്തം അതിജീവനം അടയാളപ്പെടുത്താനുമാണ്. എല്ലാം തുടങ്ങിയത് ഐശ്വര്യയ്ക്ക് 16 വയസ്സുള്ളപ്പോഴാണ്. സാധാരണ ഒരു പെൺകുട്ടിയുടെ കൗമാരകാലം ആസ്വദിക്കേണ്ട സമയത്താണ് അവൾക്ക് കടുത്ത അപ്പൻഡിസൈറ്റിസ് സർജറി വേണ്ടി വരുന്നത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. മാസങ്ങളോളം ബെഡ് റെസ്റ്റിൽ കഴിയേണ്ടി വന്നു. എന്നാൽ ദുരന്തം അവിടെയും തീർന്നില്ല. 20-ാം വയസ്സിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്നവൾക്ക് കൈകൊണ്ട് എഴുതാൻ പറ്റാതെയായി. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലും MRI പരിശോധനയിലുമാണ് ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. അവൾക്ക് ഡിസ്ക് തകരാറിലായിരുന്നു. കുനിയാൻ പോലും പറ്റാത്ത അവസ്ഥ. ഡോക്ടർമാർ കർശനമായി 3 മാസത്തെ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചു. എന്നാൽ പഠനം ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോഴേക്കും അരമണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ 6-ാം സെമസ്റ്റർ കാലയളവ് മുഴുവൻ ക്ലാസിന്റെ പുറകിൽ എഴുന്നേറ്റ് നിന്നാണ് ഐശ്വര്യ പഠിച്ചത്. പരീക്ഷ എഴുതിയതുപോലും മണിക്കൂറുകളോളം നിന്നുകൊണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് വളരെ സാധാരണയായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഐശ്വര്യയ്ക്ക് തന്റെ സർവ്വശക്തിയും ഉപയോഗിക്കേണ്ടി വന്നു. വേദനയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഐശ്വര്യ പലവിധ ചികിത്സകൾ തേടി അലഞ്ഞു. കോഴിക്കോട് ബാങ്ക് കോച്ചിങ്ങിന് പോയ സമയത്ത് ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ആയുർവേദിക ചികിത്സയ്ക്കായി പോയി. ഏകദേശം 1.2 ലക്ഷം രൂപയോളം ചിലവായെങ്കിലും ഫലം 0 കോവിഡ് കാലത്തിന് മുൻപ് നടന്ന ഈ ചികിത്സാ പരീക്ഷണങ്ങൾ അവളെ കടുത്ത മാനസിക സങ്കടത്തിലേക്കാണ് തള്ളിവിട്ടത്. ഒരു ഡോക്ടറെ മാറി മറ്റൊരു ഡോക്ടറെ കാണുന്ന ഒരു ദുരിതയാത്രയായിരുന്നു അത്. അടുത്തതായി കൊച്ചിയിൽ വെച്ച് ഒരു ഫിസിയോതെറാപ്പി ചെയ്തു. എന്നാൽ ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയ ഐശ്വര്യ ഞെട്ടിപ്പോയി. അവളുടെ നടുഭാഗം മുഴുവൻ രക്തം കട്ടപിടിച്ച് നീല നിറമായി കിടക്കുകയായിരുന്നു. വേദന കുറയുന്നതിന് പകരം കൂടുകയാണ് ചെയ്തത്. ഒടുവിൽ ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു റോബോട്ടിനെ പോലെയായിരുന്നു അവൾ നടന്നിരുന്നത്. ഒടുവിൽ ഒരു മാറ്റവും ഇല്ലാതെ വന്നപ്പോൾ ആ ചികിത്സയും അവൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. തുടർച്ചയായ പരാജയങ്ങൾ കാരണം ആയുർവേദത്തോടും മറ്റ് ചികിത്സകളോടുമുള്ള വിശ്വാസം തന്നെ അവൾക്ക് നഷ്ടപ്പെടുത്തു. കടുത്ത പെയിൻ കില്ലറുകൾക്ക് പോലും അവളുടെ വേദന ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ അവളുടെ ഐഡന്റിറ്റി തന്നെ നടുവേദനയുള്ള കുട്ടി എന്നായി മാറി. ശാരീരിക വേദന മാത്രമല്ല, ഈ രോഗം അവളുടെ വ്യക്തിജീവിതത്തെയും ബാധിച്ചു. തന്റെ പ്രണയബന്ധം തകരാൻ ഈ അസുഖം കാരണമായതിനെക്കുറിച്ച് ഐശ്വര്യ തുറന്നു പറയുന്നുണ്ട്. വിവാഹം കഴിക്കാനും അമ്മയാകാനും മാത്രമാണ് ഒരു സ്ത്രീ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്ന് അവൾക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ ചോദ്യങ്ങളായിരുന്നു. നിനക്ക് പ്രസവിക്കാൻ പറ്റുമോ എന്ന ചോദ്യം അവളുടെ നേർക്കുയർന്നു. ഒരു പെർഫെക്റ്റ് വുമൺ ആകാൻ ഗർഭിണിയാകണമെന്ന ചിന്താഗതിയുള്ള ആളുകൾ അവളെ മാനസികമായി തളർത്തി. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ അതിലെ ഓട്ടം കണ്ട് പലരും പരിഹസിച്ചു. എന്നാൽ ആ ഒരു ഓട്ടത്തിന് പിന്നിൽ അവളെടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ആരും അറിഞ്ഞില്ല. വർഷങ്ങൾ നീണ്ട അലച്ചിലിനൊടുവിലാണ് തൻ്റെ ഈ അവസ്ഥയുടെ പേര് ഐശ്വര്യ തിരിച്ചറിയുന്നത്. ഫൈബ്രോമയാൾജിയ. ശരീരത്തിലെ എല്ലാ സെല്ലുകളിലും കടുത്ത വേദന അനുഭവപ്പെടുന്ന, തലച്ചോറിലേക്ക് വേദനയുടെ സന്ദേശങ്ങൾ അമിതമായി എത്തുന്ന ഒരു അവസ്ഥയാണിത്. ചുണ്ടും ചെവിയും ഒഴികെ ശരീരത്തിൽ എവിടെ തൊട്ടാലും കടുത്ത വേദനയാണ്. 28-ാം വയസ്സിൽ നിൽക്കുന്ന ഐശ്വര്യ ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വ്യക്തത ലഭിക്കാനാണ്. അവളിപ്പോൾ ഒരു ഹീലിംഗ് ഘട്ടത്തിലാണ്. വേദനകളോട് പൊരുതി സ്വന്തം ശരീരത്തെ മനസ്സിലാക്കി ഒരു രോഗത്തിനും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന പ്രഖ്യാപനത്തോടെ ഐശ്വര്യ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്.